കൊല്ലം തങ്കശ്ശേരി കാണുക എന്ന വലിയ ആഗ്രഹവുമായാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് കൊല്ലത്തേക്ക് യാത്രയായത്. മാർഗമധ്യത്തിൽ ഒരു സുഹൃത്താണ് പറഞ്ഞത്, സിറിയയിൽ AD 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസ പിതാവാകുന്ന മാർ കൗമ എന്ന് വിളിക്കപ്പെടുന്ന സെന്റ് ഷമവോൻ കൗമോ ആബിലോ എന്ന കൗമ സഹതയുടെ തിരുശേഷിപ്പ് ഉൾപ്പെടെ ഏതാണ്ട് 4 പുണ്യപിതാക്കന്മാരുടെ തിരുശേഷിപ്പുള്ള ഒരു ദേവാലയം കുണ്ടറയിൽ ഉണ്ട് എന്ന് അത് കാണുവാനുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ് കൊല്ലം കുണ്ടറ സെമിനാരിയിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു ചെറിയ കുന്നിൻ മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദേവാലയം. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. കമനീയമായി അലങ്കരിച്ച അൾത്താരയും വിശുദ്ധ മദ്ബഹായും, ശാന്തത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. കൊല്ലം ഭദ്രാസനത്തിൻ്റെ മുൻ മെത്രാപ്പോലിത്തയും കാതോലിക്കയും ആയിരുന്ന ഗീവർഗീസ് ദിൻബാബ ഉപയോഗിച്ച മുറിയും അദ്ദേഹത്തിൻ്റെ കിടക്കയുമൊക്കെ ഇവിടെ വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. പൂർവ്വപിതാക്കന്മാരാകുന്ന ഗീവർഗീസ് സഹതയുടെയും കുറിയാക്കോസ് സഹതയുടെയും അദ്ദേഹത്തിൻ്റെ മാതാവാകുന്ന യൂലിത്തിയുടെയും ഒക്കെ തിരുശേഷിപ്പുകൾ ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതിന് സമീപമായിട്ടാണ് കൗമ സഹതയുടെ തിരുശേഷിപ്പും സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ മുകളിൽ കയറി കുരിശാകൃതിയിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് ഏതാണ്ട് 45 വർഷത്തോളം തപസ് അനുഷ്ഠിച്ച, ഈ ലോക ഭക്ഷണങ്ങളൊക്കെ ത്യജിച്ച പുണ്യവാനായ പിതാവാണ് കൗമ സഹത. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് കാണുക എന്ന വലിയ ലക്ഷ്യത്തോടാണ് ഞങ്ങൾ കുണ്ടറ സെമിനാരിയിലേക്ക് എത്തിച്ചേർന്നത്. AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏതോ ഏകാന്തവാസിയായ ഒരു സന്യാസിയെ ഓർമ്മിപ്പിക്കും വിധം ആകാരമുള്ള ഒരു യുവ വൈദികൻ ഞങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഈ തിരുശേഷിപ്പുകളുടെ കാവൽക്കാരൻ. അദ്ദേഹം ഈ ദേവാലയത്തെക്കുറിച്ചും ഇവിടുത്തെ തിരുശേഷിപ്പിനെക്കുറിച്ചും ഒക്കെ വളരെ വാചാലമായി ഞങ്ങളോട് സംസാരിച്ചു. പേർഷ്യയിലെ അന്ത്യോക്യ എന്നറിയപ്പെടുന്ന സെലേഷ്യ എന്ന സ്ഥലത്താണ് വിശുദ്ധനായ കുറിയാക്കോസ് സഹതയുടെ അമ്മ യൂലിത്തിയും ജീവിച്ചിരുന്നത്. 3 വയസ്സിൽ രക്തസാക്ഷിയായ ആളാണ് കുറിയാക്കോസ് സഹത. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് കുറിയാക്കോസ് സഹത. കുറിയാക്കോസ് സഹതയെ ധൈര്യപ്പെടുത്തിയ ആളാണ് അമ്മ യൂലിത്തി. ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധനായ ഗീവർഗീസ് സഹത, ഗീവർഗീസ് സഹതയുടെ നാമം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ അനേകം പള്ളികൾ മലങ്കര സഭയിലുണ്ട്. ഗീവർഗീസ് തിരിയം ബാവതിരുമേനി ഗീവർഗീസ് സഹതയുടെ തിരുശേഷിപ്പ് ആദ്യമായി സ്ഥാപിച്ചത് കുണ്ടറ സെമിനാരിയിലാണ്. ഗീവർഗീസ് തിരിയം ബാവതിരുമേനിയുടെ യാത്രകളിലെല്ലാം ഈ തിരുശേഷിപ്പുകൾ കൊണ്ടുപോവുകയും അത് വിശുദ്ധ കുർബാനയും സുബാന ചെല്ലുന്ന ബലിപീഠത്തിൽ സൂക്ഷിക്കുകയും അനേകർക്ക് അതിൽ നിന്ന് രോഗസൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താൻ ഒത്തിരി സ്നേഹിച്ച കുണ്ടറ സെമിനാരിയിൽ അത് സ്ഥാപിച്ചു. പരിശുദ്ധനായ കുറിയാക്കോസ് സഹതയുടെയും അമ്മ യൂലിത്തിയുടെയും ഗീവർഗീസ് സഹതയുടെയും കൗമ സഹതയുടെയും തിരുശേഷിപ്പുകളാണ്. ഗീവർഗീസ് സഹതയുടെ തിരുശേഷിപ്പ് ഇവിടെ നിന്നാണ് ഗീവർഗീസ് സഹതയുടെ നാമം കൊണ്ട് ശ്രദ്ധേയമായ പുതുപ്പള്ളിയിലും ചന്ദനപ്പള്ളിയിലും കൊണ്ടുപോയത്. ഇന്ന് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സന്ധ്യാ നമസ്കാരവും എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയും ഈ സെമിനാരിയിൽ ഉണ്ട്. ഇന്നും അനേകം ആളുകൾ ഈ സെമിനാരി സന്ദർശിക്കുകയും ഈ ദേവാലയത്തിനുള്ളിൽ കടന്നു വന്ന് ഈ തിരുശേഷിപ്പുകളുടെ സവിധം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു. കൗമ സഹതയുടെ തിരുശേഷിപ്പ് മൂലം, അവിടുത്തെ പ്രാർത്ഥന മൂലം അനേകം പേർക്ക് രോഗസൗഖ്യം ഉണ്ടായതിന്റെ ഉത്തമ ഉദാഹരണങ്ങളും ഈ വന്യ വൈദികൻ ഞങ്ങളോട് സൂചിപ്പിച്ചു. ഭാരതത്തിൽ ഒരുപക്ഷെ ഇവിടെ മാത്രമേ കൗമ സഹതയുടെ തിരുശേഷിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. എന്തായാലും ഞങ്ങൾക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതാകൊണ്ട് ഉപചാരം ചൊല്ലി ശാന്തമായി ഇവിടെ നിന്ന് പിരിയുകയാണ്. ചരിത്രം എപ്പോഴും മതവുമായും ആത്മീയതയായും കെട്ടുപിരിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ചരിത്ര അന്വേഷികൾക്ക് ഈ കുണ്ടറ ദേശത്തേക്ക് കടന്നു വരുവാനും കുണ്ടറ ദേവാലയം, അതുപോലെ തന്നെ ഈ കുണ്ടറ സെമിനാരി ഇതൊക്കെ കാണുവാനും ചരിത്രത്തിന്റെ ഉൾത്തുടിപ്പുകൾ മനസ്സിലാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ നല്ല അനുവാചകർക്കും നന്ദി, നമസ്കാരം.